Hello, good evening all. So today we are going to discuss maternity. അപ്പൊ നമുക്ക് മെറ്റേണിറ്റി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ മെറ്റേണിറ്റിയില് നമുക്ക് വരുന്ന ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? അബോഷൻ. ഓക്കെ, സോ അവർ ഫസ്റ്റ് ടോപ്പിക് ഈസ് അബോഷൻ. എന്താണ് അബോഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ expulsion or extraction of the fetus weighing 500 gram or less before 20th week of gestation. അപ്പൊ രണ്ട് പോയിന്റ് ആണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഫീറ്റസിന്റെ വെയിറ്റ് എത്രയായിരിക്കും? 500 gram ആൻഡ് ജസ്റ്റേഷണൽ ഏജ് എന്ന് പറയുന്നത് ലെസ് ദാൻ 20 വീക്ക്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അബോഷൻ എന്ന് പറയുന്നത്. ദെൻ അബോഷൻ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? സ്പോണ്ടേനിയസ് അബോഷനും ഉണ്ട്, ഇൻഡ്യൂസ്ഡ് അബോഷനും ഉണ്ട്. എന്താണ് സ്പോണ്ടേനിയസ് അബോഷനിൽ വരുന്നതാണ്? ത്രെട്ടൻഡ് അബോഷൻ, ഇനെവിറ്റബിൾ അബോഷൻ, കംപ്ലീറ്റ്, ഇൻകംപ്ലീറ്റ്, മിസ്ഡ് ആൻഡ് സെപ്റ്റിക് അബോഷൻ. ഇൻഡ്യൂസ്ഡിൽ വരുന്നതാണ് MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആൻഡ് ഇല്ലീഗൽ അബോഷൻസ്. ഓക്കെ, ഇനി എന്താണ് ത്രെട്ടൻഡ് അബോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ നമ്മുടെ അബോഷന്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നമുക്കിവിടെ റിക്കവറി ഇമ്പോസിബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നു? ഈ ഒരു ഫീറ്റസിന് അല്ലെങ്കിൽ ഈ ഒരു പ്രഗ്നൻസി നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടായിരിക്കും ത്രെട്ടൻഡ് അബോഷനിൽ? കാരണം ഇവിടെ നമ്മുടെ ഇന്റേണൽ ഓസ് എങ്ങനെയായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ടൈപ്പ് ആണ് ഇനെവിറ്റബിൾ അബോഷൻ. ഇനെവിറ്റബിൾ ഫ്രം ദ വേർഡ് മീനിങ് ഇറ്റ്സെൽഫ്, കൂടിയേ തീരൂ. ഇനെവിറ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താ? എന്തായാലും സംഭവിച്ചേ മതിയാവും അല്ലെ? അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? അതായത് അബോഷന്റെ ചേഞ്ചസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടാവും. സോ ഹിയർ ദ കണ്ടിന്യൂഷൻ ഓഫ് പ്രഗ്നൻസി ഈസ് ഇംപോസിബിൾ. എന്തുകൊണ്ടായിരിക്കും? ഇവിടെ ഇന്റേണൽ ഓസ് ഓപ്പൺഡ് ആയിരിക്കും. അടുത്തതാണ് കംപ്ലീറ്റ് അബോഷൻ. കംപ്ലീറ്റ് അബോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രോഡക്ട്സ് ഓഫ് കൺസെപ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പെൽ ഔട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും. അടുത്തതാണ് ഇൻകംപ്ലീറ്റ്. ഇൻകംപ്ലീറ്റ് എന്താണ്? പ്രൊഡക്ഷൻ, നമ്മുടെ കൺസെപ്ഷന്റെ പ്രോഡക്ട്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് എന്തായി പോയിട്ടുണ്ടാവില്ല? എക്സ്പെൽ ഔട്ട് ചെയ്ത് പോയിട്ടുണ്ടാവില്ല. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് മിസ്ഡ് അബോഷൻ. മിസ്ഡ് അബോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫീറ്റസ് ഡെത്ത് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക ഇൻസൈഡ് ദ ഫീറ്റസ് ഫോർ എ വയബിൾ പീരീഡ്. ഓക്കെ, ഇനി അടുത്തതാണ് സെപ്റ്റിക് അബോഷൻ. സെപ്റ്റിക് അബോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ മെയിൻ ആയിട്ട് ഇൻഫെക്ഷൻ, വൈറൽ ബാക്ടീരിയൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ മൂലം എന്തുണ്ടാവുന്നു? അബോഷൻ സംഭവിക്കുന്നു. ദാറ്റ് ഈസ് സെപ്റ്റിക് അബോഷൻ. ഒരെണ്ണം കൂടി ഉണ്ട്, ദാറ്റ് ഈസ് ഹാബിച്വൽ അബോഷൻ. ഹാബിച്വൽ അബോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദ മദർ ഈസ് ഹാവിംഗ് അബോഷൻ മോർ ദാൻ 3 times യു ക്യാൻ കോൾ ഇറ്റ് ആസ് ഹാബിച്വൽ അബോഷൻ. ഇനി ഇൻഡ്യൂസ്ഡ് അബോഷനിൽ വരുന്നത് എന്തൊക്കെയാ? MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ഓക്കെ, അപ്പൊ ഈ MTP എന്ന് പറയുന്നത് നമുക്കറിയാം, അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ചുമ്മാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? MTP ഒന്നും പോയിട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ MTPയുടെ കുറച്ച് ക്രൈറ്റീരിയാസ് എന്താണ്? പ്രഗ്നൻസിയുടെ ലെങ്ത് അപ് ടു 20th വീക്ക് ആയിരിക്കണം. പിന്നെന്താ? ഈ ഒരു പ്രഗ്നന്റ് വുമണിന് എന്താണ്? ഈ ഒരു പ്രഗ്നൻസി മൂലം മദറിന് റിസ്ക് ഉണ്ടാവുക, പിന്നെ കുട്ടിക്ക് എന്തെങ്കിലും റിസ്ക് ഉണ്ടാവുക, പിന്നെ ഇപ്പൊ എന്തെങ്കിലും റേപ്പ് അറ്റംപ്റ്റിനൊക്കെ വിക്ടിം ആവുക, അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? MTP ചെയ്യുള്ളൂ. സോ ദിസ് ഈസ് റിഗാർഡിങ് അബോഷൻ. ഇനി ഈ അബോഷൻ വന്നു കഴിഞ്ഞാല് നമ്മൾ കാണുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാ? മദറിന് വാട്ട് ആർ ദ സൈൻസ് ആൻഡ് സിംറ്റംസ്? എന്തൊക്കെ ഉണ്ടാവുന്നു? പെയിൻ, ബ്ലീഡിങ് ആൻഡ് ഇൻക്രീസ്ഡ് കൺട്രാക്ഷൻസ്. ദെൻ ഇവിടെ ഇന്റർവെൻഷൻസ് എന്തൊക്കെ കൊടുക്കുക? ബെഡ് റെസ്റ്റ്, ആന്റിബയോട്ടിക്സ്, IV ഫ്ലൂയിഡ്സ്, ഡയലറ്റേഷൻ ആൻഡ് ക്യൂറേറ്റേജ്. ഇനി നമ്മുടെ നെക്സ്റ്റ് കണ്ടീഷൻ ആണ് പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ. പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഹൈപ്പർ ടെൻഷൻ ആഫ്റ്റർ 20th week of gestation and continuing till 6 weeks after delivery. 20 ആഴ്ചയ്ക്ക് ശേഷം കാണുകയും ഇറ്റ് വിൽ ബി കണ്ടിന്യൂയിങ് 6 weeks after delivery. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ. അതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാ? ഏജ് അബൌവ് 35 ഉണ്ടാവും, ദെൻ ഫാമിലി ഹിസ്റ്ററി, മൾട്ടിപ്പിൾ പ്രഗ്നൻസി, ഹൈപ്പർ ടെൻഷൻ, പിന്നെന്താ? ഡയബറ്റിസ്, ഒബേസിറ്റി ഒക്കെ എന്തിന്റെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്? ഈ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. ഇനി ഇത് രണ്ട് ടൈപ്പ് ആണുള്ളത്, പ്രീ എക്ലാംഷ്യ ആൻഡ് എക്ലാംഷ്യ. എന്താണ് പ്രീ എക്ലാംഷ്യ എന്ന് പറയുന്നത്? പ്രീ എക്ലാംഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദ മദർ ഈസ് ഹാവിംഗ് proteinuria, edema and vasospasm along with hypertension, you can call it as pre-eclampsia. Then what about eclampsia? Eclampsia means it is the extension of pre-eclampsia which is characterized by seizures. അപ്പൊ എന്തൊക്കെ ഉണ്ടാവും eclampsia? Hypertension, proteinuria, edema, vasospasm and
seizure. Then ഇതിന്റെ signs and symptoms എന്തൊക്കെയാണ് നമ്മൾ പേഷ്യന്റിൽ കാണുന്നത്? Hyperreflexia, oliguria, then blood urea nitrogen level will be increased. Then HELLP syndrome, that means hemolysis, elevated liver enzymes, and low platelet count. Then what are the complications? The complications include renal failure, placental abruption, intrauterine growth retardation, and intrauterine death. And the last one is treatment. The treatment or the management include antihypertensives. Okay, antihypertensives endokkeya varune? Hydralazine, nitroprazide, and MgSO4. Though MgSO4 the normal level 4 to 8 mg per dl ആണ്. So more than 8 mg per dl ആണെങ്കിൽ you can call it as MgSO4 toxicity. അപ്പോൾ അതിന്റെ signs and symptoms എന്താ? Oliguria, hyperreflexia, and respiratory depression. Then ഇവിടെ എന്തൊക്കെയാ നമ്മൾ interventions കൊടുക്കുന്നത്? You have to monitor BPIO chart, monitor the fetal growth and activity. Then you can provide bed rest in left lateral position. Then you have to monitor the deep tendon reflexes. Then provide adequate fluids. Then increase the dietary proteins and carbohydrates without salt and prepare for labor. Then our next condition is gestational diabetes mellitus. What is gestational diabetes mellitus? It is occur in the pregnancy client who are not previously diagnosed as diabetic. Okay, previously ഒരു നോൺ ഡയബറ്റിക് ആയിട്ടുള്ള ഒരു മദറിന് എന്ത് വരെയാണ്? അറ്റ് ദ ടൈം ഓഫ് പ്രഗ്നൻസിയിൽ മാത്രം കാണുന്ന ഡയബറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ്. ഇതിന്റെ സ്ക്രീനിങ് നമ്മൾ ചെയ്യുന്നത് 24 to 28 വീക്ക് ഓഫ് ജസ്റ്റേഷനിലാണ്. ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാ? ഏജ് അബൌട്ട് 35, ഒബേസിറ്റി, ഫാമിലി ഹിസ്റ്ററി, ആൻഡ് മൾട്ടിപ്പിൾ ജസ്റ്റേഷൻ. അപ്പൊ ഇത് രണ്ട് രീതിയിലാണ് ഇത് എഫക്റ്റ് ഉണ്ടാവുന്നത്. മെറ്റേണൽ എഫക്റ്റും ഉണ്ട്, ഫീറ്റൽ ഇഫക്ട്സും ഉണ്ട്. മെറ്റേണൽ ഇഫക്ട്സ് എന്തൊക്കെയാ? പോളിയൂറിയ, പോളിഡിപ്സിയ, പോളിഫാജി ഉണ്ടാവുന്നു, റെക്കറന്റ് യൂട്ടി, ആൻഡ് സൈൻസ് ഓഫ് പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ. ഫീറ്റൽ ആണെങ്കിലോ മെക്രോസോമി ഉണ്ടാവുന്നു, ദെൻ ഹൈപ്പർ ഇൻസുലിനീമിയ ഉണ്ടാവും, ദെൻ ഹൈപ്പോ glycemia will be there. Okay, then ഇവിടെ എന്തൊക്കെ interventions? Diet, exercise, insulin and blood glucose monitoring. Then signs of preeclampsia you should assess. Then monitor for the signs of PPH, postpartum hemorrhage. ഇനി നമ്മുടെ നെക്സ്റ്റ് കണ്ടീഷൻ ആണ് അബ്രാപ്ഷ്യോ പ്ലാസന്റ. വാട്ട് ഈസ് അബ്രാപ്ഷ്യോ പ്ലാസന്റ? It is the premature separation of the placenta from the uterine wall after 20th week and before delivery. അപ്പൊ നമ്മള് ഇതൊരു അബ്നോർമൽ കണ്ടീഷൻ ആണ് എന്ന് അറിയണമെങ്കിൽ യു ഷുഡ് നോ വാട്ട് ഈസ് ദ അല്ലെങ്കിൽ വെൻ ദ പ്ലാസെന്റ ഈസ് സെപ്പറേറ്റിംഗ്. എപ്പോഴാണ് പ്ലാസെന്റ സെപ്പറേറ്റ് ആവുന്നത്? ദ പ്ലാസെന്റ ഈസ് സെപ്പറേറ്റിംഗ് ഡ്യൂറിങ് ദ തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ. ഓക്കെ, അപ്പൊ ഇവിടെ അബ്രപ്ഷ്യോ പ്ലാസെന്റയിൽ എന്താ സംഭവിക്കുന്നത്? 20th വീക്കിന് ശേഷവും ബിഫോർ ഡെലിവറിക്ക് മുൻപായിട്ട് എന്ത് സംഭവിക്കാണ്? നമ്മുടെ പ്ലാസെന്റ പ്രിമച്വർ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് വി കോൾഡ് ഇറ്റ് ആസ് അബ്രപ്ഷ്യോ പ്ലാസെന്റ. Then what are the signs? എന്തൊക്കെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഇതിൽ വരുന്നത് അബ്രപ്ഷ്യോയില്? Then dark red vaginal bleeding, uterine rigidity, pain, tenderness will be the severe abdominal pain. Then signs of hypovolemic shock and fetal distress. Okay, ഇവിടെ മെയിൻ ആയിട്ട് നോക്കി വെക്കുക ഡാർക്ക് റെഡ് vaginal bleeding and severe abdominal pain. Okay, interventions, you have to monitor the vitals and fetal heart rate, then assess for excessive bleeding, then maintain bed rest and administer O2, IV fluids and blood products, and you have to place the mother in a Trendelenburg position if the blood pressure is low. Then നമ്മുടെ നെക്സ്റ്റ് കണ്ടീഷൻ ആണ് പ്ലാസെന്റ പ്രീവിയ. പ്രീവിയ മീൻസ് ലോവർ. സോ നോർമലി എവിടെയാ നമ്മുടെ നോർമൽ പൊസിഷൻ കണ്ടോ ഇമേജില്? എവിടെയാ പ്ലാസെന്റ അറ്റാച്ച് ചെയ്യുന്നത്? ഓൺ ദ അപ്പർ യൂട്രൈൻ സെഗ്മെന്റ്. ബട്ട് ഇൻ പ്ലാസെന്റ പ്രീവിയ what will happen? The placenta is implanted partially or completely over the lower uterine segment. Okay, then ഇതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാ? പെയിൻലെസ് ബ്രൈറ്റ് റെഡ് ബ്ലീഡിംഗ് ആയിരിക്കും, vaginal bleeding will be there. യൂട്രസ് ഇവിടെ സോഫ്റ്റ് ആണ്, റിലാക്സ്ഡ് ആണ്, നോൺ ടെൻഡർ ആണ്. ഓക്കെ, ദെൻ ഫണ്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി മോർ ദാൻ എക്സ്പെക്ടഡ് ജസ്റ്റേഷണൽ ഏജ്. നോക്കിയേ, ഈ പ്ലാസെന്റ പ്രീവിയ 3 വരുന്നത്. മാർജിനൽ ഉണ്ട്, പാർഷ്യൽ ഉണ്ട്, കംപ്ലീറ്റ് ഉണ്ട്. മാർജിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാസെന്റ നമ്മുടെ ഓസിന്റെ അവിടെ നിന്ന് ഒരു 2 to 3 സെന്റിമീറ്റർ അല്ലെങ്കിൽ 2 to 5 സെന്റിമീറ്റർ ഒക്കെ നീങ്ങിയിട്ടായിരിക്കും പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക, ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ടാവുക. പാർഷ്യൽ എന്ന് പറയുന്നത് പ്ലാസെന്റ പാർഷ്യലി അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഓസിനെ മൂടിയിട്ടുണ്ടാവും. കംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ പ്ലാസെന്റ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഓസിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും? മൂടിയിട്ടുണ്ടാവും. ഓക്കെ,
ഇവിടെ ഇന്റർവെൻഷൻസ് എന്തൊക്കെയാ നമ്മൾ ചെയ്യുന്നത്? എന്തൊക്കെയാ വരുന്ന ഇന്റർവെൻഷൻസ്? നമുക്ക് മെറ്റേണൽ വൈറ്റൽസ്, ദെൻ ഫീറ്റൽ ഹാർട്ട് റേറ്റ്, ഫീറ്റൽ ആക്ടിവിറ്റി ഒക്കെ നമുക്ക് അസസ് ചെയ്യാം. ദെൻ USGക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമുക്ക് കൺഫേം ചെയ്യാം ഡയഗ്നോസിസ്. വജൈനൽ എക്സാമിനേഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? അവോയ്ഡ് ചെയ്യാം. ദെൻ ബെഡ് റെസ്റ്റ് കൊടുക്കുക സൈഡ് ലൈൻ പൊസിഷനിൽ. പിന്നെ എമൗണ്ട് ഓഫ് ബ്ലീഡിങ് നമുക്ക് ചെക്ക് ചെയ്യാം. ആൻഡ് യു ക്യാൻ അഡ്മിനിസ്റ്റർ IV fluids. So this is regarding placenta previa. Now we are going to discuss normal labor. എന്താണ് നോർമൽ ലേബർ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ ഡെലിവറി ഓഫ് ബേബി ത്രൂ വജൈന വിത്തൗട്ട് എനി മെക്കാനിക്കൽ ഫോഴ്സ്. ഓക്കെ, ഒരു മെക്കാനിക്കൽ ഫോഴ്സോ കാര്യങ്ങളോ കൊടുക്കാതെ നമ്മുടെ ത്രൂ വജൈന ബേബി ഡെലിവർ ചെയ്യുന്നതിനെയാണ് നമ്മൾ നോർമൽ ലേബർ എന്ന് പറയുന്നത്. സോ ദിസ് നോർമൽ ലേബറിന് എത്ര സ്റ്റേജസ് ഉണ്ട്? സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 ആൻഡ് സ്റ്റേജ് 4. സ്റ്റേജ് 1 എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? എഫേസ്മെന്റ് ആൻഡ് ഡയലറ്റേഷൻ ആണ് സെർവിക്സിന്റെ. അപ്പൊ ഈ ഒരു സ്റ്റേജ് 1നെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ലേറ്റന്റ് ഫേസ് ഉണ്ട്, ആക്റ്റീവ് ഫേസ് ഉണ്ട്, ട്രാൻസിഷൻ ഫേസ് ഉണ്ട്. ഈ ലേറ്റന്റ് ഫേസ് എന്ന് പറയുമ്പോൾ ഹിയർ ദ cervical dilatation will be 1 to 4 centimeter and the mother is having contractions in every 30 minutes with a duration of 15 to 30 seconds and a mild intensity. Then ഇനി എന്താ ആക്റ്റീവ് ഫേസ് എന്ന് പറയുമ്പോൾ ഹിയർ ദ cervical dilatation is 4 to 7 centimeter and having a contractions every 3 to 5 minutes with a duration of 30 to 50 seconds and having moderate intensity. Then transition phase എന്ന് പറയുമ്പോൾ it is the last phase. ഇവിടെയാണ് complete cervical dilatation നടക്കുന്നത്. That means 7 to 10. 10 ആണ് full cervical dilatation എന്ന് പറയുന്നത്. Here the mother is having contractions every 2 to 3 minutes with a duration of 45 to 90 seconds and a strong intensity. Then what are the interventions? Here you have to monitor the maternal vitals and fetal heart rate. Then assess the fetal heart rate before, during and after contractions. And you have to encourage rest between contractions and you have to encourage voiding every 1 to 2 hours. Then the next is stage 2. Stage 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? It is the expulsion of fetus ആണ് ഇവിടെ നടക്കുന്നത്. So here the uterine contractions occurred every 2 to 3 minutes with a duration of 60 to 75 seconds. Then ഇവിടെയാണ് നമ്മൾ assess the pushing effort of the mother and you can give intervention same as stage 1. Then the next is stage 3. ഇവിടെയാണ് placental separation നടക്കുന്നത്. So the mother is having contractions until the placenta is expelled. Placental expulsion എപ്പോഴാണ് നടക്കുന്നത്? 5 to 30 minutes after birth. ഇനി placental expulsionന്റെ സമയത്ത് മദറിൽ ഉണ്ടാവുന്ന സൈൻസ് എന്തൊക്കെയാ? gushing of blood and lengthening of the umbilical cord. Okay. Then the interventions here also you have to assess the maternal vitals. ഇവിടെ നമ്മൾ important ആയിട്ട് ചെയ്യേണ്ടത് you have to examine the placenta for intact membranes. Okay. And the last one is stage 4. That is recovery phase. ഇവിടെ എന്താ സംഭവിക്കുന്നത്? BP pre-labor സ്റ്റേജിലോട്ട് വരുന്നു. ഫണ്ടസ് കൺട്രാക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഇന്റർവെൻഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? മെറ്റേണൽ അസസ്മെന്റ് ചെയ്യാം, വാം ബ്ലാങ്കറ്റ് പ്രൊവൈഡ് ചെയ്യുക, ഐസ് പാക്സ് പെരിനിയത്തിൽ അപ്ലൈ ചെയ്യുന്നു, മസാജ് ചെയ്യുന്നു, യൂട്രസ് ഇഫ് നീഡഡ് ആണെങ്കിൽ, ദെൻ പ്രൊവൈഡ് ബ്രസ്റ്റ് ഫീഡിംഗ് സപ്പോർട്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? പോസ്റ്റ്മോർട്ടം ഹെമറേജ് ആണ്. What is postpartum hemorrhage? Postpartum hemorrhage, it is the bleeding of 500 ml or more following the delivery. ഇത് രണ്ട് ടൈപ്പ് ആണുള്ളത്, ഏർലി ആൻഡ് ലേറ്റ്. ഏർലി PPH എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ബ്ലീഡിംഗ് occurs during first 24 hour following delivery ആണെങ്കിൽ you can call it as early PPH. Late എന്ന് പറയുമ്പോൾ എന്താണ്? occur after first 24 hour. Okay. ഇവിടെ ഇന്റർവെൻഷൻസ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? You have to massage the fundus for uterine anatomy. Then you have to monitor for early signs of hemorrhage. എന്തൊക്കെയാ hemorrhage and early signs? Restlessness and increased pulse rate. Then you have to turn the client to assess for cold blood. Then assess the level of consciousness and you have to maintain a strict aseptic technique and administer IV fluids and blood transfusion. Okay. Any next? Rubin stage of psychological adaptation. Okay, അടുത്തൊരു ടോപ്പിക് ആണ് നമുക്ക് ഇതിൽ വരുന്നത്. എന്താണ് Rubin stage of psychological adaptation? അതായത് ആഫ്റ്റർ ഡെലിവറി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം പീരീഡിൽ മദർ കടന്നു പോകുന്ന സൈക്കോളജിക്കൽ സ്റ്റേജസ് ആണിത്. ഓക്കെ, അതിനെയാണ് നമ്മൾ Rubin stage of psychological adaptation എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ 3 ഫേസ് ആണുള്ളത്: ടേക്കിംഗ് ഫേസ്, ടേക്കിംഗ് ഹോൾഡ് ഫേസ് ആൻഡ് ലെറ്റിംഗ് ഗോ ഫേസ്. ഓക്കെ,
എന്താണ് ടേക്കിംഗ് ഇൻ ഫേസ് എന്ന് പറയുന്നത്? ഇത് ഫസ്റ്റ് 3 ഡേയ്സ് പോസ്റ്റ്മോർട്ടത്തിൽ കാണുന്നതാണ്. ഇവിടെ മദർ എങ്ങനെയാണ്? ഫോക്കസ്ഡ് ഓൺ സെൽഫ് ആണ്. ദെൻ എന്താണ്, അവർക്കൊരു സെൻസ് ഓഫ് വണ്ടർമെന്റ് ആണ്. ഈ ഒരു ബേബിനെ കാണുന്നത് അവർക്ക് ഒരു വണ്ടർമെന്റിലാണ് അവർ ആ ഒരു ന്യൂജറ്റിനെ നോക്കുന്നത്. ഓക്കെ, ഇനി ടേക്കിംഗ് ഹോൾഡ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3rd to 10th ഡേ പോസ്റ്റ്മോർട്ടം ആണ്. ഇവിടെ മദർ കുറച്ച് ആക്റ്റീവ് ആണ്, ഇൻഡിപെൻഡന്റ് ആണ്. ഇവിടെ കൂടുതലും ഇവര് എന്തിലാണ് സെൽഫ് കെയർ കൊടുക്കുന്നത്? ബവൽ ആൻഡ് ബ്ലാഡർ. ആൻഡ് ദ ലാസ്റ്റ് ഫേസ് ഇസ് ലെറ്റിംഗ് ഗോ ഫേസ്. ഇവിടെ ഒരു 10 to 6 week പോസ്റ്റ്മോർട്ടം ആണ്. ഇവിടെ സി സെൽഫ് ആസ് സെപ്പറേറ്റ് ഫ്രം ദ ഇൻഫന്റ് ആൻഡ് ഓൾസോ അക്സെപ്റ്റ് ദ റിയൽ വൺ. ആൻഡ് ഇവിടെ എന്ത് ചെയ്യുന്നു? റീഅഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ? ലോക്കിയ. എന്താ ലോക്കിയ? ലോക്കിയ നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക് ആണ് അല്ലെ. ലോക്കിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ എന്താണ്? അപ്പൊ നമുക്ക് ലോക്കിയ എന്ന് പറയുമ്പോൾ ആകെ 3 എണ്ണം നമുക്കറിയാം അല്ലെ, 3 ടൈപ്പ് ഉണ്ടെന്ന് അറിയാം. ലോക്കിയ നമ്മൾ പഠിക്കുന്നതാണ്. ഇറ്റ് ഈസ് ദ വജൈനൽ ഡിസ്ചാർജ് ദാറ്റ് ഒക്കേഴ്സ് ആഫ്റ്റർ ഗിവിംഗ് ബർത്ത് അല്ലെ. വജൈനൽ ഡിസ്ചാർജ് ആണല്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോക്കിയ എന്ന് പറയുന്നത്. ഇനി ലോക്കിയക്ക് 3 ടൈപ്സ് ആണുള്ളത്. ലോക്കിയ റുബ്ര, ലോക്കിയ സെറോസ ആൻഡ് ലോക്കിയ ആൽബ. എന്താണ് ലോക്കിയ റുബ്ര എന്ന് പറയുന്നത്? 3 to 4 days ആഫ്റ്റർ ബർത്ത് നമ്മൾ കാണുന്ന വജൈനൽ ഡിസ്ചാർജ് ആണ്. ബ്രൈറ്റ് ഡാർക്ക് റെഡ് കളർ ആണ്. അതിൽ ചിലപ്പോൾ സ്മോൾ ക്ലോട്ട്സ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, നമ്മൾ എന്താ സിമിലർ നമ്മുടെ മെൻസ്ട്രൽ പീരീഡ് പോലെ തന്നെ ഇരിക്കും അതിന്റെ ഫ്ലോ ഒക്കെ. ഓക്കെ, ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ് പോലെ. നെക്സ്റ്റ് ആണ് സെറോസ. സെറോസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു പിങ്കിഷ് ബ്രൗൺ കളർ ആയിരിക്കും. 4 to 12 ഡേയിൽ കാണുന്നതാണ്. ഫ്ലോ എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് എമൗണ്ടിൽ ഉണ്ടാവുള്ളൂ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ലോക്കിയ ആൽബ. ലോക്കിയ ആൽബ എന്ന് പറയുന്ന ഒരു യെല്ലോ വൈറ്റ് ഡിസ്ചാർജ് ആണ്. ഒരു 12 to 3 weeks ഉണ്ടാവും. ഓക്കെ, അത് കഴിയുമ്പോൾ അത് ഡിസാപ്പിയർ ആവും. ക്ലിയർ? ഇത്രയാണ് എന്ത്? ലോക്കിയ. ഇനി ന്യൂബോൺ കണ്ടീഷൻസിന് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ന്യൂബോൺ കണ്ടീഷൻസും കൂടി പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ന്യൂബോൺ കണ്ടീഷൻസിൽ ഫസ്റ്റ് വരുന്ന കണ്ടീഷൻ ആണ് എന്ത്? മെക്കോണിയം ആസ്പിരേഷൻ സിൻഡ്രോം. എന്താണ് മെക്കോണിയം ആസ്പിരേഷൻ സിൻഡ്രോം എന്ന് പറയുന്നത്? അതായത് മെയിൻ ആയിട്ട് നമ്മൾ ഇത് കാണുന്നത് ടേം അല്ലെങ്കിൽ പോസ്റ്റ് ടേം ന്യൂ ബോൺസിലാണ് അല്ലെ. അവരെന്ത് ചെയ്യുന്നു? ആസ്പിരേറ്റ് ചെയ്യുന്നു അവരുടെ എന്ത്? മെക്കോണിയം. അത് ഐദർ ഇൻ യൂട്രോ അല്ലെങ്കിൽ ഫസ്റ്റ് ബ്രെത്തിന്റെ സമയത്താണ്. അപ്പൊ അവരിൽ നമ്മൾ കാണുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ് എന്താ? റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടാവും, യെല്ലോ ഗ്രീൻ സ്റ്റെയിനിങ് ഇൻ നെയിൽ, സ്കിൻ ആൻഡ് അംബ്ലിക്കൽ കോഡ്. ഇന്റർവെൻഷൻ എന്ത് ചെയ്യും? നമ്മൾ സക്ഷൻ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ബർത്ത് ആൻഡ് അസസ് ദ എയർവേ പാറ്റേൺസി ബിഫോർ ക്രൈ. ഇനി നമ്മുടെ നെക്സ്റ്റ് കണ്ടീഷൻ ആണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. അതായത് ഇഫ് RH negative mother deliver RH positive fetus, what will happen? There will be exchange of maternal and fetal blood. അപ്പൊ അവിടെ എന്ത് നടക്കുന്നു? There will be antigen antibody reaction which is resulting in hemolytic anemia and hyperbilirubinemia. Signs and symptoms എന്താ? Anemia, jaundice and edema. Interventions നമ്മൾ ആന്റി ഇമ്യൂണോഗ്ലോബുലിൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു, എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷനിൽ അസിസ്റ്റ് ചെയ്യുക, then reassure the mother. And the last condition is hyperbilirubinemia. എന്താണ്? സെറം ബിലിറുബിൻ മോർ ദാൻ 12 mg/dl വരെ ന്യൂ ബോൺസിൽ. സൈൻസ് ആൻഡ് സിംറ്റംസ് എന്താ? ജോണ്ടസ്, എൻലാർജ്ഡ് ലിവർ ആൻഡ് പുവർ സക്കിംഗ് റിഫ്ലെക്സ്. ഇന്റർവെൻഷൻസ് യു ഹാവ് ടു അസസ് ദ സ്കിൻ സ്ക്ലീറ ഫോർ ജോണ്ടസ്, വെൽ ഹൈഡ്രേറ്റ് ദ ബേബി, ഫെസിലിറ്റേറ്റ് ഏർലി ഫ്രീക്വന്റ് ബ്രസ്റ്റ് ഫീഡിങ്, ദെൻ പിന്നെന്താണ്? എക്സ്ക്രീഷൻ ഓഫ് ബിലിറുബിൻ ത്രൂ മെക്കോണിയം ആൻഡ് സ്റ്റൂൾസ്. അതുകൊണ്ടാണ് നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറയുന്നത്. ആൻഡ് യു ഹാവ് ടു പ്രിപ്പയർ ഫോർ ഫോട്ടോതെറാപ്പി. ദെൻ വാട്ട് ഈസ് ഫോട്ടോതെറാപ്പി? ഫോട്ടോതെറാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇതെന്ന് പറയുന്നത് വി ആർ എക്സ്പോസിങ് ദ ബേബി അണ്ടർ UV റേസ്. ഓക്കെ, അപ്പൊ അവിടെ എന്ത് നടക്കും? There will be a process which is taking place is called photooxidation, which will make this harmful product into a low harmful substance. Okay, so ഇതിന്റെ മെയിൻ അഡ്വേഴ്സ് എഫക്ട് എന്ന് പറയുന്നത് എന്താണ്? ഐ ഡാമേജ്, ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, സെൻസറി ഡിപ്രിവേഷൻ ഉണ്ടാവും. Interventions, you have to expose the skin as much as possible, then cover the genital area and eyes, then monitor skin for any irritation, breakdown on temperature, and you have to reposition the baby every 2 hours. Okay, ഇനി ഇതിന്റെ കൂടെ തന്നെ നമ്മൾ മെറ്റേണിറ്റിയിൽ വരുന്ന ഒരു ടോപ്പിക്കും കൂടെയാണ് ബിഷപ്പ് സ്കോറിംഗ് എന്ന് പറയുന്നത്.
ബിഷപ്പ് സ്കോറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ആണ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ മെറ്റേണൽ റെഡിനെസ് ഫോർ ലേബർ. ഇപ്പോൾ ഈ സ്കോർ കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു 6 അതിൽ കൂടുതലാണെങ്കിൽ വി ക്യാൻ സെറ്റ് ദാറ്റ് ദ മദർ ഈസ് റെഡി ഫോർ ഇൻഡക്ഷൻ. അപ്പൊ ഇതിൽ വരുന്ന പോയിന്റ്സ് എന്തൊക്കെയാണ്? ഡൈലറ്റേഷൻ, എഫൈസ്മെന്റ്, കൺസിസ്റ്റൻസി ഓഫ് ദ സെർവിക്സ് ആൻഡ് സ്റ്റേഷൻ. ഓക്കെ, ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്താ അസസ് ചെയ്യുന്നത്? മെറ്റേണൽ റെഡിനെസ് നോക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൽ തന്നെ വരുന്നതാണ്. ന്യൂ ബോണിലല്ല, നമ്മുടെ മെറ്റേണിറ്റിയിൽ വരുന്ന ഒരു കണ്ടീഷൻ അല്ല, ഒരു കാൽക്കുലേഷൻ ആണ് എന്ത്? നീഗിൽസ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, നീഗിൽസ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി നമ്മൾ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു റൂളാണ് അല്ലെ, കാൽക്കുലേഷൻ ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ്? LMP പ്ലസ് 7 days പ്ലസ് 9 month അല്ലെ. LMPയുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? 7 days കൂട്ടുന്നു, പിന്നെ ആ മന്തിന്റെ കൂടെ 9 month കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നീഗൽസ് റൂള് പ്രകാരം എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി. ഓക്കെ, ദാറ്റ് ഈസ് നീഗൽസ് റൂൾ. ഓക്കെ, ഇനി അതുപോലെ തന്നെ പിന്നെന്താണ് നമുക്ക് വരുന്നത്? GT പൾസ് സ്കോറിംഗ് വരാറുണ്ട്. ഓക്കെ, GT പൾസ് സ്കോറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? G ഫോർ ഗ്രാവിഡ, T ഫോർ ടേം, P ഫോർ പ്രീ ടേം, A ഫോർ അബോർഷൻ ആൻഡ് L ഫോർ ലിവിങ് ചിൽഡ്രൻ. ഓക്കെ, ഇനി ഗ്രാവിഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പ്രഗ്നൻസീസ് ഇൻക്ലൂഡിംഗ് ദ കറന്റ് വൺ. ടേം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പ്രഗ്നൻസി ദാറ്റ് റിസൾട്ടഡ് ഇൻ എ ഫുൾ ടേം ബർത്ത് വിച്ച് ഈസ് 38 to 40 weeks ഓഫ് ജസ്റ്റേഷൻ. പ്രീ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ വരുന്നത്? ബിറ്റ്വീൻ 20 and 36. പിന്നെ അബോർഷൻ നോക്കും നമ്മൾ, അതായത് ലെസ് ദാൻ 20 week ഓഫ് ജസ്റ്റേഷനിൽ ഉണ്ടായിട്ടുള്ള ഡെത്ത്. പിന്നെ ലിവിങ് ചിൽഡ്രൻ നോക്കും. ഓക്കെ, അപ്പൊ ഇതും കൂടി ഒന്ന് എന്തിൽ ആഡ് ചെയ്യുക? നമ്മുടെ മെറ്റേണിറ്റിയിൽ ആഡ് ചെയ്യുക. അപ്പൊ ഇത്രയാണ് നമുക്ക് എന്തിൽ വരുന്നത്? മെറ്റേണിറ്റിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് വളരെ എളുപ്പമാണ് മെറ്റേണിറ്റി. നന്നായിട്ട് ഇരുന്ന് പഠിക്കാം. കുറച്ചുണ്ട്, വളരെ എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഠിക്കാനുള്ളതൊക്കെ എളുപ്പമുള്ള ടോപ്പിക്സുകളാണ്. നന്നായിട്ട് മനസ്സിരുത്തി പഠിക്കുക. അതുപോലെ തന്നെ ഇതിന്റെ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, സോ എല്ലാവർക്കും താങ്ക് യു ഓൾ.